வணக்கம். எப்படி இருக்கு? നമ്മൾ ചിന്താമണി മാർക്കറ്റിലാണ് നിൽക്കുന്നത്. ഇന്ന് എത്ര പശുക്കൾ എടുത്താണ്? അത് മൊത്തം നമ്മൾ 18 എടുത്തിട്ടുണ്ട്. എവിടത്തേക്കാണ് എടുത്തേക്കുന്നത് കൂടുതലും? കൊല്ലം. നമ്മളിപ്പോ ഇന്ന് കേരളത്തിൽ നിന്ന് ഒരു യുവ സംരംഭകരുടെ നമ്മൾ നിൽക്കുന്നത്. ഫാമുണ്ടോ കേരളത്തിൽ? ഫാമുണ്ടോ നിങ്ങൾക്ക്? 10 പശുക്കളുടെ ഫാമുണ്ട് അല്ലേ? വയനാട്ടിൽ തന്നെ. എത്ര നാളായിട്ട് ഇപ്പോൾ ചെയ്യുന്നുണ്ട്? 1 വർഷത്തിന് മുകളിലായിട്ട് ആണോ? ശക്തിനായിട്ട് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? ശക്തിനായിട്ടുള്ള സെലക്ഷനൊക്കെ നല്ല രീതിയിൽ എടുത്തു തന്നോ? നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ ബാക്കിയെല്ലാം അവർ തന്നെ നോക്കുന്നില്ല. വണ്ടിയിലെല്ലാം കയറ്റുന്നതാണെങ്കിലും എല്ലാ കാര്യങ്ങളും സെറ്റ് എല്ലാം അറേഞ്ച് ചെയ്ത് തരുന്നുണ്ട് അല്ലേ? പക്ഷെ നമ്മളിന്ന് എടുത്തേക്കുന്നില്ല നല്ല ഹെവി സൈസ് പശുക്കളല്ലേ? കിട്ടത്തില്ല. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് എടുത്തത്. മൊത്തം എത്ര പശുക്കൾ എടുത്തിട്ടുണ്ടാണ്? 18 പശുക്കൾ എടുത്തിട്ടുണ്ടോ? ഓക്കെ ആണ്. ഇതെല്ലാം ഇപ്പം എത്ര പ്രൈസ് റേഞ്ച് എത്ര ആയിട്ടുണ്ടാണോ? 1-15 വരെ. ഇപ്പൊ എല്ലാം കന്നിപ്പശുക്കളാണ് എടുത്തേക്കുന്നത്? എല്ലാം രണ്ടാമത്തെ പ്രസവം എടുത്തിട്ടുണ്ട്. ഓക്കെ. നമുക്കൊരു എത്ര ലിറ്റർ പാല് പ്രതീക്ഷിക്കണം? ഇപ്പൊ 25 വരെ പ്രതീക്ഷിക്കാം അല്ലേ? ഇതിപ്പോ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ എങ്ങനെയാണ്? നമ്മൾ തന്നെ അറേഞ്ച് ചെയ്ത് കൊടുക്കും? ഓക്കെ ഓക്കെ. ഇത് നമ്മൾ തന്നെ എല്ലാം അറേഞ്ച് ചെയ്ത് കൊടുക്കും അല്ലേ? ഇത് എങ്ങനെയാണ് കിലോമീറ്റർ എങ്ങനെയാണ് റേറ്റ് വരുന്നത്? 20 രൂപ. ഇത് നമ്മൾ നേരെ കേരളത്തിലോട്ടങ്ങ് പോകണോ അതോ നമ്മൾ ഇടയ്ക്ക് തീറ്റ കൊടുത്തിട്ട് നമ്മൾ പോത്തോളൂ? അപ്പൊ ഇതിന്റെയൊക്കെ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ഡീറ്റെയിൽസ് ഒന്ന് പറയാണോ? അതിന്റെ ഏറ്റവും എല്ലാം കന്നിപ്പശുക്കൾ. ഇന്ന് എടുത്തന്നെ അത് ഏറ്റവും ടോപ്പ് ഏതാണ് എടുത്തേക്കുന്നത്? എല്ലാം ടോപ്പ് തന്നെ. എല്ലാം എനിക്ക് തോന്നുന്നു ഇത് ഇച്ചിരി കൂടെ ഏറ്റവും ഹെവി സൈസ് ഇതാന്ന് തോന്നുന്നു അല്ലേ? ഇത് കേരളത്തിലെ കൂടെ വയനാട് ടീമാണ് എടുത്തേക്കുന്നല്ലേ? ഓക്കെ ആണ്. ഓക്കെ ആണ്. ഇത് എത്രയാണോ പ്രൈസ് റേഞ്ച്? നമുക്ക് ഒന്നിന് മേലെ വന്നിട്ടുണ്ട് അല്ലേ? ചേട്ടാ നമസ്കാരം. ചേട്ടൻ്റെ പേരെന്നായിരുന്നു? ജോസഫ്. നമ്മളിപ്പം ഇന്ന് കർണാടകയിൽ ചിന്താമണി മാർക്കറ്റിലാണ് നിൽക്കുന്നത്. അപ്പം ചേട്ടൻ ആദ്യമായിട്ടാണോ ചിന്താമണി മാർക്കറ്റിൽ? വന്നൊക്കെ എടുക്കാറുണ്ട് അല്ലേ? നമുക്ക് എങ്ങനെ ഫാമുണ്ടോ? ഫാമുണ്ട്. സ്ഥലം എവിടെ ആയിരുന്നു ചേട്ടൻ? കണ്ണൂർ ഇരിട്ടിയിലാണ്. എത്ര വർഷമായിട്ട് ഫാമുണ്ട് ചേട്ടാ? ഒരു 10 വർഷമായിട്ടുണ്ട്. എത്ര പശുക്കളുണ്ട് ചേട്ടാ അവിടെ? 16 ഉണ്ട്. ഇന്ന് നമ്മളിപ്പോ എത്ര പശുക്കൾ എടുത്തേട്ടാ? 4 ഉണ്ട്. 4 പശുക്കൾ എടുത്തിട്ടുണ്ട് അല്ലേ? ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് എടുത്തേക്കുന്നത് അല്ലേ? നമ്മളിപ്പം എങ്ങനെയുണ്ട് ഇവിടുത്തെ കളക്ഷനൊക്കെ? എങ്ങനെയുണ്ട്? റേഞ്ച് ഉണ്ട്. പശുക്കളുണ്ട്. നമ്മളിപ്പോ എത്ര റേഞ്ചിന്റെ കേട്ടോ എടുത്തത്? 1-20 ആ റേഞ്ചിലുള്ള എടുത്തേക്കും. 5 താഴെ ഇല്ല. ചില മാർക്കറ്റിൽ റേറ്റ് കൂടുതലും കുറഞ്ഞും വരുന്നുണ്ട്, സൈസ് കുറയുന്നുണ്ട്. പക്ഷെ നമ്മളിന്ന് എടുത്തേക്കുന്നില്ല നല്ല ഹെവി സൈസ് പശുക്കളല്ലേ? കിട്ടത്തില്ല. എല്ലാം ഫസ്റ്റ് ലാക്ടേഷൻ ആണോ എടുത്തേക്കുന്നത്? ഒരെണ്ണം മാത്രമേ രണ്ടാമത്തെ അല്ലേ? നമുക്കൊരു എത്ര ലിറ്റർ പാല് പ്രതീക്ഷിക്കാം ചേട്ടാ ഇപ്പൊ നമ്മൾ ഇന്ന് എടുത്തേക്കാം? 30 ലിറ്റർ വരെ ഒരു ദിവസം പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതിപ്പോ നമ്മളിപ്പോ ഇവിടുന്ന് എടുത്തു കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ അല്ലേ ഇവര് തന്നെ അറേഞ്ച് ചെയ്ത് തരും അല്ലേ? എങ്ങനെയാണ് ഇതിന്റെ? നമ്മൾ കൊടുക്കണം. പക്ഷേ കാര്യങ്ങളല്ലേ ഇവര് വണ്ടിയിലെല്ലാം കയറ്റി അറേഞ്ച് ചെയ്യും. നമുക്ക് വേറെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ട കാര്യമുള്ളൂ അല്ലേ? ഈ പുള്ളിയായിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഫാമിൽ എങ്ങനെ കേട്ടോ നമുക്കിപ്പോ ഇവിടുന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇതിന് പ്രത്യേകം പരിഗണന അങ്ങനത്തെ നമ്മള് പൊരുത്തപ്പെടണം. അപ്പം ചിലർ പറയാറുണ്ട് ഇപ്പൊ ഇവിടുന്ന് കൊണ്ടുകഴിഞ്ഞാല് ഇവിടെ ഏത് തീറ്റ കൊടുത്താൽ അത് തന്നെ നമ്മൾ ആദ്യം തുടക്കത്തിൽ വൈക്കോല് കൊടുക്കാൻ പറ്റും. കൊടുക്കുന്നോളൂ. പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് മരുന്നോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? നമ്മളിപ്പോ ഇവിടുന്ന് കൊണ്ട് ജെല്ല് കൊടുത്തിട്ടാണ് നമ്മൾ കൊണ്ടുവന്നത്. ഉണ്ട്. ഒറ്റ സ്ട്രെച്ചിനൊക്കെ പോകല്ലോ നമുക്കിപ്പോ ഇവിടുന്ന് നേരെ കൊണ്ടുപോകത്തുള്ളൂ.
ഇതിപ്പോൾ നമ്മൾ ഇന്ന് എടുത്ത ഇത് എത്ര ദിവസമുള്ള ഒരു പ്രസവിക്കുക കേട്ടോ? ഇതിപ്പം ഏകദേശം 2 ആഴ്ച കൊണ്ട് പ്രസവിക്കുന്നുണ്ട്. 2 ആഴ്ചക്ക് 4 ആഴ്ചക്കുള്ളിൽ എല്ലാം പ്രസവിക്കുന്ന അല്ലേ? പിന്നെ ഫാമിൽ എങ്ങനെയാണ് നമുക്ക് പാലിന്റെ ഒക്കെ വിപണനം ഒക്കെ എങ്ങനെയാണ്? നേരിട്ട് സംഘത്തിലാണ് കൊടുക്കുന്നത്. എങ്ങനെയുണ്ട്? നമുക്ക് ലാഭകരമാണോ? ലാഭകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ? പോകുന്നുണ്ട്. എങ്ങനെ പുല്ലൊക്കെ ഉണ്ടോ? നമുക്ക് അവിടെ പുല്ല് നട്ടിട്ടുണ്ടോ? ഉണ്ടല്ലേ. ഫാമിന്റെ പേരെന്തായിരുന്നു ചേട്ടൻ്റെ? ബ്രോ നമസ്കാരം. എവിടുന്നായിരുന്നു നിങ്ങൾ വരുന്നത്? വയനാട്ടിൽ നിന്ന് വരുന്നത് അല്ലേ? നമ്മളിപ്പോൾ ഇന്ന് കേരളത്തിൽ നിന്ന് ഒരു യുവ സംരംഭകരുടെ കൂടെയാണ് നമ്മൾ നിൽക്കുന്നത്. ഫാമുണ്ടോ? കേരളത്തിൽ ഫാമുണ്ടോ നിങ്ങൾക്ക്? 10 വർഷമുള്ള ഫാമുണ്ട് അല്ലേ? വയനാട്ടിൽ തന്നെ. എത്ര നാളായിട്ട് ഇപ്പോൾ ചെയ്യുന്നുണ്ട്? 1 വർഷത്തിന് മുകളിലായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളിപ്പം ചിന്താമണി മാർക്കറ്റിലാണ് നിൽക്കുന്നത്. ഇപ്പം ഇന്ന് എത്ര പശുക്കളെടുത്തു നമ്മളിന്ന്? 3 പശുക്കളെ എടുത്തിട്ടുണ്ട് അല്ലേ? എങ്ങനെയുണ്ട് പശുക്കളെ? മാർക്കറ്റ് ഇഷ്ടപ്പെട്ടോ? ആദ്യമായിട്ടാണോ അപ്പം കർണാടകയിൽ ഇവിടെ നിൽക്കുന്നത്? ചിന്താമണി മാർക്കറ്റിൽ ആദ്യമായിട്ടാണോ? ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത് അല്ലേ? മാർക്കറ്റ് വന്നിട്ട് എങ്ങനെയുണ്ട്? പശുക്കളൊക്കെ ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട്? റേറ്റ് ഇപ്പം ഇന്നിപ്പോൾ നമ്മൾ എത്ര എണ്ണം എടുത്തിട്ടുണ്ട് ബ്രോ? 3 പശുക്കളിൽ നിന്ന് എടുത്തിട്ടുണ്ട്. എത്ര റേഞ്ച് ആയിട്ടുണ്ട്? 30 ആയിട്ടുണ്ട് ഒരെണ്ണത്തിൻ്റെ റേഞ്ച് അല്ലേ? അപ്പം എല്ലാം കന്നി പശു ഫസ്റ്റ് ലാക്ടേഷൻ ഉള്ളതാണോ എല്ലാം എടുത്തേക്കുന്നത് അല്ലേ? നമുക്കൊരു എത്ര ലിറ്റർ പാല് പ്രതീക്ഷിക്കും? ഇപ്പോൾ അവരെത്ര പറയുന്നവര്? 25 മുകളിലേക്കാണ് പറയുന്നത് അല്ലേ? ഇതൊക്കെയല്ലേ ഇന്ന് എടുത്ത നല്ല ഹെവി സൈസ് പശുക്കളാണ്. നല്ല കാണുന്നതിന് മനസ്സിലാവും, നല്ല ഹെവി സൈസ് ഹൈബ്രിഡ് പശുക്കളാണ്. ഫാമിൽ നമുക്ക് നിർത്താൻ പറ്റിയ രീതിയിലുള്ള പശുക്കളാണ്. ഈ ടൈപ്പ് പശുക്കളൊക്കെയാണോ ഫാമിൽ ഇപ്പോൾ ഉള്ള നിലവിൽ? അപ്പം നമുക്ക് എങ്ങനെയാണ് അവിടെ ഫാമിലേക്ക് പാലൊക്കെ എങ്ങനെയാണ്? നമുക്ക് സൊസൈറ്റിയിലാണോ അതോ നേരിട്ടാണോ എങ്ങനെ ചെയ്യുന്നത്? സൊസൈറ്റിയിലാണ് ചെയ്യുന്നത്. ലാഭകരമായിട്ട് പോകുന്നുണ്ടോ? എങ്ങനെയുണ്ട്? നന്നായിട്ട് പോകുന്നുണ്ട്. അപ്പം നമുക്ക് അല്ല പുല്ല് അങ്ങനെ എന്തെങ്കിലും കൃഷി ചെയ്യുന്നുണ്ടോ? അങ്ങനെ ഉണ്ടല്ലേ? ചോളം കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ പുറത്തുനിന്ന് ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുമ്പോൾ എന്തെങ്കിലും പ്രത്യേക പരിചരണം നമുക്ക് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? പരിചരണമോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ബ്ലഡ് ടെസ്റ്റ് ചെയ്യും. കുളിപ്പിക്കത്തില്ല. ഇവരെ മാറ്റിയാണോ നമ്മൾ കിട്ടുന്ന മറ്റേ കൂടെ? ക്വാറന്റൈൻ മാറ്റി. അത് നന്നായി. പിന്നെ ഇവിടുന്ന് നമ്മൾ ജെല്ലെല്ലാം കൊടുത്തിട്ടാണ് കയറ്റി വിടുന്നത് അല്ലേ? കാൽസ്യം ജെല്ലെല്ലാം കൊടുത്തിട്ടാണ് കയറ്റി വിടുന്നത്. പിന്നെ ഇതിനിപ്പോൾ നമ്മളിപ്പോൾ ഇവിടുന്ന് തീറ്റ കൊടുക്കുന്ന ഈ തീറ്റ തന്നെ കുറച്ച് നാൾ കൊടുക്കണമെന്ന് നമ്മൾ അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെ വല്ലതും ചെയ്യുന്നുണ്ടോ നമ്മൾ? അപ്പം പെട്ടെന്ന് ഒരു തീറ്റ മാറ്റി കഴിഞ്ഞാൽ അതെ കൊടുക്കേണ്ടി വരും. പിന്നെ ഫാമിൽ അങ്ങനെ ജോലിക്കാരുണ്ട്? എങ്ങനെയാണ് ഇന്ന്? നേപ്പാളി ഫാമിലി ഉണ്ട്. 18 പശുവിലാണ് അടുത്ത. ഈ വണ്ടിക്ക് അത് എത്ര എണ്ണം കൊള്ളുവാണോ മൊത്തം? ഇപ്പം നമ്മൾ 10 എണ്ണം കൊള്ളു അല്ലേ? ഇതിനകത്തിപ്പോൾ നമുക്ക് എങ്ങനെയാണ് ട്രാൻസ്പോർട്ടേഷൻ വരുന്നത്? കിലോമീറ്ററിന് 32 വരും അല്ലേ? എല്ലാം ഫാമിലിയൊക്കെ എടുത്തേക്കുന്നത് അല്ലേ? എല്ലാം HF തന്നെ എടുത്തേക്കുന്നത്. 1 ലക്ഷത്തിന് മുകളിൽ നമുക്ക് ആവറേജ് പ്രൈസ് വരുന്നതാണ് എല്ലാം എടുത്തേക്കുന്നത് അല്ലേ? ഓക്കെ ആണോ ശരി. എങ്ങനെയുണ്ട് ചിന്താമണി മാർക്കറ്റ് വന്നിട്ട്? എങ്ങനെയുണ്ട്? ശക്തിയേട്ടൻ്റെ ആണോ? ശക്തിനായിട്ട് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? ശക്തിനായിട്ടുള്ള സെലക്ഷനൊക്കെ നല്ല രീതിയിൽ എടുത്തു തന്നോ? നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ ബാക്കിയെല്ലാം അവർ തന്നെ നോക്കുന്നില്ല. വണ്ടിയിലെല്ലാം കയറ്റുന്നതാണെങ്കിലും എല്ലാ കാര്യങ്ങളും സെറ്റ് എല്ലാം അറേഞ്ച് ചെയ്ത് തരുന്നുണ്ട് അല്ലേ? അപ്പം വയനാട്ടിൽ ഏത് സ്ഥലത്തായിരുന്നു നമുക്ക് കറക്റ്റ് വരുന്നത്? ഫാമിന് പേര് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? കേട്ടിട്ടില്ല. ഓക്കെ ബ്രോ. ഓക്കെ. അപ്പം നിങ്ങൾ എങ്ങനെ അങ്ങോട്ട് വന്നത്? രാവിലെ വണ്ടിയിലാണ് വന്നല്ലേ? எங்கடா போயிட்டீங்க பாரு, இதை ஓட்டி விடுங்கடா. கொஞ்சம்